അടുത്തതായി വണ്ടിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് ആണ്. അടുത്തതായി ക്ലാസ് 5Cയുടെ ഗ്രൂപ്പ് ഡാൻസ്. All
Wow, just wow. A big round of applause for the... Coming next, prize distribution. പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി സാൻസ്ലാലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സാൻസ്ലാലിനെ ക്ഷണിച്ചുകൊള്ളുന്ന പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായി. സെക്കൻഡ് പ്രൈസ് ഏഞ്ചൽ ട്രീസ. ഒരു കയ്യടിയൊക്കെ കൊടുക്കാൻ നമ്മുടെ കുട്ടികൾ. അതുപോലെ പേരൻസിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ കുറച്ച് പ്രോഗ്രാം കൂടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എല്ലാവരും പോകാവുള്ളൂ. ഫസ്റ്റ് പ്രൈസ് നീനു മരിയ ടോണി. നീനു മരിയ ടോമി. സെക്കൻഡ് പ്രൈസ് അനോറ പി വിൽസൺ. തേർഡ് പ്രൈസ് പ്രിയ മെറിൻ ജോസഫ്. നയൻസി. ഫസ്റ്റ് പ്രൈസ് ആൽബിനോ ബാൽറ്റസാർ ജോസ്. പോരാ, കയ്യടി പോരാ, കൂടുതൽ കയ്യടിക്കണം. സെക്കൻഡ് പ്രൈസ് ആൻഡ്രിയ റോസ്. ക്ലാസ് 11A ഫസ്റ്റ് പ്രൈസ് ആൻ മരിയ. ആൻ മരിയ തൈപ്പറമ്പിൽ. സെക്കൻഡ് പ്രൈസ് ലെന മരിയ ജോർജ്. First prize Alvina Maria Alexander. Again first prize Neeta Maria Tony. Second prize Alina Benny. Third prize Nevin Nando. Next we have a musical theme dance by class 10. Thank you, Mr. Sansilal. Next we have a musical theme dance by class 10. കുറച്ചുകൂടെ നേരത്തെ അറിഞ്ഞിരുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയിപ്പോയി. സോ ഐ എം റിയലി സോറി. കണ്ണെത്താ ദൂരം നീ മായുന്നു ഏതേതോ തീരങ്ങളിൽ ഉള്ളം കൈ നിൻ കയ്യിൽ ചേരും കാലങ്ങൾ പിൻവാങ്ങിയോ കനലായി മാറുന്നു മൗനം ഇനിയില്ല ഈ മണ്ണിലും ചേച്ചി നെഞ്ചോരം നീ മാത്രം ഉയിരേ വിദൂരേ നിലാത്താരമായി നീ മിഴിച്ചിമ്മി നിന്നിടുമോ വരാം ഞാൻ
മിഴികൾ നിറയെ കനവു പൂവുമായി മൊഴിയും ചിരിയും മധുര ലോകമായിതാ ഹൃദയമേറിയ ആർദ്രമായി. ഒരു വേളയെല്ലാം പൊലിയുന്ന പോലെ ഇരവായി കണ്ണിൽ ഇരുളായി തുണയില്ല കൂടെ നിറയുന്നു മൗനം താനേ പോകേ മഴവില്ല സാന്ത്വനമായി തെളിയുന്നുവോ മനസ്സിന്റെ വേനലുകൾ മായുന്നുവോ ജീവന്റെ യാത്രയിൽ നീളെ തണൽ വീശിയോ ഏകാന്തമീ എന്റെ മൺപാതയിൽ മെല്ലെ ഏതോ വെയിൽ കണയവേ നീറുന്നൊരെൻ ജീവതാളങ്ങളിൽ ഒരു മൃദുരാഗമായി മധുപൂകവേ പുതിയ പുലരി വരികയാണിതായി മിഴികൾ നിറയെ കനവു പൂവുമായി മൊഴിയും ചിരിയും മധുര ലോകമായിതാ ഹൃദയമേറിയ ആർദ്രമായി. ഒഴുകുന്ന പുഴയിലെ ഓളമായി അകലേക്കു മായുന്നു നോവുകൾ ഒരു തെന്നലെന്നേർക്കു കൈനീട്ടിയോ കണ്ണീരുമായ്ക്കുന്നുവോ നിനക്കായി ഞാനുണ്ട്. എന്റെ ചിന്തകളിലും എന്റെ പ്രാർത്ഥനകളിലും നീ എപ്പോഴും ഉണ്ട്. ആ ഒരു വാക്ക് മതി, ആ ഒരു ഒറ്റ വാക്ക് മാത്രം മതി എനിക്ക്. മനോഹരമായ നല്ലൊരു മെസ്സേജിന് നന്ദി. അടുത്തതായി ക്ലാസ് 2A അവതരിപ്പിക്കുന്ന ആക്ഷൻ സോങ്. അന്നൊരു നാളിൽ കഫർനാമിൽ വീട്ടിലെത്തി ജനക്കൂട്ടം വചനഘോഷം തുടങ്ങുകയായി വചനഘോഷം തുടങ്ങുകയായി ഏലേലോ 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 ജില 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 ജിൽ പലഹോ ജില ജില ജില
നന്നായി ഡാൻസ് കളിച്ച് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കുറച്ചും കൂടി പ്രോത്സാഹനമാവാം. കുറച്ചും കൂടി. അടുത്തതായി നമ്മുടെ 5A അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. മ്യൂസിക് പ്ലീസ്. If you believe you can move the highest mountains, cross the greatest oceans, and walk across the water, You feel defeated, falling on your knees and looking up for some hope tonight. You try to stand up, but you throw your hands up like you no longer have the strength to fight. 'Cause you've seen too many sunsets, too many days ending in the darkest night. But on your own, you'll never know, you'll never know. If you believe you can move the highest mountains, cross the greatest oceans, walk across the water, the water. Believe you can move the highest mountains, cross the greatest oceans, walk across the water. If you believe. They say that all you need is faith, but it's almost like you lost your way. Took a few wrong turns, took a few breaks, falling behind now looking for grace. 'Cause you need someone to lift you up, yeah, make right all the things you've done. 'Cause on your own you'll never know, you'll never know. If you believe you can move the highest mountains, cross the greatest oceans, walk across the water, the water. Believe you can move the highest mountains, cross the greatest oceans, walk across the water. If you believe, if you believe, yeah. यीशु ने हमें छुड़ाया है पापों के जाल से, यीशु ने हमें बचाया है शैतान की चाल से. गाओ हालेलुया, गाओ हालेलुया, गाओ हालेलुया, गाओ हालेलुया. Go hallelujah, go hallelujah, go hallelujah, go hallelujah. अब हम न डरेंगे, यीशु जो साथ है, शैतान से हम लड़ेंगे यीशु के नाम से. अब हम न डरेंगे, यीशु जो साथ है, शैतान से हम लड़ेंगे यीशु के नाम से. तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया. शालोम, शांति और सलाम लाए हैं आपके नाम. शालोम, शांति और सलाम, ये है यीशु का पैगाम. शालोम, शांति और सलाम लाए हैं आपके नाम. शालोम, शांति और सलाम, ये है यीशु का पैगाम. तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया.
വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. അടുത്തതായി ക്ലാസ് 6 അവതരിപ്പിക്കുന്ന ഒരു ഫ്യൂഷൻ ഡാൻസ് ആണ്. സ്വർഗം താനിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താനിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി
competition song. Music please. മിന്നിത്തിളങ്ങും താരജാലങ്ങളെ ആരാരുണ്ടാക്കി? മിന്നിത്തിളങ്ങും താരജാലങ്ങളെ ആരാരുണ്ടാക്കി? സ്വർഗ്ഗത്തിൽ വാഴും ദൈവം, സ്വർഗ്ഗത്തിൽ വാഴും ദൈവം. കാറ്റിലുലയും കൂറ്റൻ മാമരത്തെ ആരാരുണ്ടാക്കി? കാറ്റിലുലയും കൂറ്റൻ മാമരത്തെ ആരാരുണ്ടാക്കി? സ്വർഗ്ഗത്തിൽ വാഴും ദൈവം, സ്വർഗ്ഗത്തിൽ വാഴും ദൈവം. പാറി നടക്കും ചെറുപറവകളെ ആരാരുണ്ടാക്കി? പാറി നടക്കും ചെറുപറവകളെ ആരാരുണ്ടാക്കി? സ്വർഗ്ഗത്തിൽ വാഴും ദൈവം, സ്വർഗ്ഗത്തിൽ വാഴും ദൈവം. വിരിഞ്ഞു വരും നറുമലരുകളെ ആരാരുണ്ടാക്കി? വിരിഞ്ഞു വരും നറുമലരുകളെ ആരാരുണ്ടാക്കി? സ്വർഗ്ഗത്തിൽ വാഴും ദൈവം, സ്വർഗ്ഗത്തിൽ വാഴും ദൈവം. നീന്തിത്തുടിക്കും കൊച്ചു മത്സ്യങ്ങളെ ആരാരുണ്ടാക്കി? നീന്തിത്തുടിക്കും കൊച്ചു മത്സ്യങ്ങളെ ആരാരുണ്ടാക്കി? സ്വർഗ്ഗത്തിൽ വാഴും ദൈവം, സ്വർഗ്ഗത്തിൽ വാഴും ദൈവം. എന്നെയും നിന്നെയും ആരാരുണ്ടാക്കി? എന്നെയും നിന്നെയും ഓക്കെ, നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവുകയാണ്. സുവിശേഷ വാക്യ പഠന പദ്ധതിയിൽ കഴിഞ്ഞ വർഷം സമ്മാന അർഹരായ കുട്ടികൾക്കുള്ള സമ്മാനമാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. ഇത് കൊടുക്കുവാനായി ബഹുമാനപ്പെട്ട കാറ്റഗിസം ഡയറക്ടർ ബഹുമാനപ്പെട്ട ജിജോ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ട് ഗ്രൂപ്പുകളിലായി നടന്ന മത്സരത്തിൽ ജൂനിയർ വിഭാഗം ഒന്നാം സമ്മാനം ഏബൽ സിബു. കൈയടി കൊടുക്കാം. 25 KDയും കാഷ് അവാർഡ് സർട്ടിഫിക്കറ്റുമാണ്. സെക്കൻഡ് പ്രൈസ് കെവിൻ ഷാജൻ. രണ്ടാം സമ്മാനം 15 KD പ്ലസ് സർട്ടിഫിക്കറ്റ്. മൂന്നാം സമ്മാനം അലോഷ്യസ് ജോസഫ് സന്തോഷ്. മൂന്നാം സമ്മാനം 10 KD പ്ലസ് സർട്ടിഫിക്കറ്റ്. സീനിയർ വിഭാഗം ഒന്നാം സ്ഥാനം അലോണ എൽസ സന്തോഷ്. രണ്ടാം സമ്മാനം
മരിയ ജോൺ. മൂന്നാം സമ്മാനം ജെബിൻ ജെയിംസ്. Consolation prizes Ronita Rose Rickson. Leona and George. Charles Surgeon. അടുത്തതായി ക്ലാസ് 1. Class 1D, third prize. Rowana Maria Rupesh. Third prize, Ryan Joseph. Thank you, Jijacha. അടുത്തതായി 7C നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ്. ആശ്രയമായവനീശോയേ എന്നെ നീ എന്നും കാക്കേണം. ആശ്രയമായവനീശോയേ എന്നെ നീ എന്നും കാക്കേണം. ദുഷ്ടവിചാരങ്ങൾ അക്രമാസക്തികൾ ചുറ്റിപ്പറക്കുന്നിടാ. ദുഷ്ടവിചാരങ്ങൾ അക്രമാസക്തികൾ ചുറ്റിപ്പറക്കുന്നിടാ. വ്യത്യസ്തരായവ വ്യത്യസ്തതയോടെ നെഞ്ചോടു ചേർത്തിടുവാൻ എല്ലാരും എന്നെ പോലാകണമെന്നു ഞാൻ ശാഠ്യം പിടിക്കരുതേ. വ്യത്യസ്തരായവ വ്യത്യസ്തതയോടെ നെഞ്ചോടു ചേർത്തിടുവാൻ എല്ലാരും എന്നെ പോലാകണമെന്നു ഞാൻ ശാഠ്യം പിടിക്കരുതേ. നന്മയിൽ വളർന്നിടുവാൻ സ്നേഹം വിതച്ചിടണം. നന്മയിൽ വളർന്നിടുവാൻ സ്നേഹം വിതച്ചിടണം. ആശ്രയമായവനീശോയേ എന്നെ നീ എന്നും കാക്കേണം. ആശ്രയമായവനീശോയേ എന്നെ നീ എന്നും കാക്കേണം. ദുഷ്ടവിചാരങ്ങൾ അക്രമാസക്തികൾ ചുറ്റിപ്പറക്കുന്നിതാ. ദുഷ്ടവിചാരങ്ങൾ അക്രമാസക്തികൾ ചുറ്റിപ്പറക്കുന്നിതാ. Thank you for this wonderful performance. Now we invite class 9 for a skit. അത് പോലെ കേട്ടോ കളിപ്പിക്കാം.
SMC ക്ലാസ് 9 അവതരിപ്പിക്കുന്ന ലഘുനാടകം അത്ഭുതാങ്കണം. രംഗത്ത് മാനുവൽ ജോൺ മജു, മാർവൽ സ്കറിയ സുനിൽ, റോഷൻ റോബിൻസ്, എമ്മാനുവൽ സിജു, ഷോൺ സക്രിയ കിരൺ, കെന്നത്ത് ഫിലിപ്പ് ചാക്കോ, വിനോദ് തോമസ്, ജർമിയ ടോം ജെന്നി, ചാൾസ് കെ ഷാജൻ, ആൽവിൻ ലിജോ ജേക്കബ് ആൻഡ് ജെഫ്രിൻ ടി അഭിലാഷ്. ഏകോപനം എബിൻ തോമസ്, വിനോജ് വർഗീസ് ആൻഡ് സിബി രാജീവ്. രൂപസംവിധാനം ടോണി മാത്യൂസ്. പ്രിയ കൂട്ടുകാരെ, വിശ്വാസത്തിലെ നിങ്ങളുടെ വളർച്ചയെ ആഴപ്പെടുത്തുന്ന ഈ ആത്മീയ കളരിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആട്ടെ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 24. മിടുക്കൻ. എങ്കിൽ ഈ സുവിശേഷത്തിൽ മരുഭൂമിയിലെ പരീക്ഷ ഏത് അധ്യായത്തിലാണെന്ന് ഓർമ്മയുണ്ടോ? 4. അഭിനന്ദനങ്ങൾ. പരീക്ഷകളുടെയും പരീക്ഷണങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. ഇവയ്ക്ക് മേലുള്ള എല്ലാ അധികാരവും മഹത്വവും നിനക്കു ഞാൻ തരാം. പക്ഷേ എന്നെ നീ ആരാധിക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ ദൈവദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നല്ലേ എഴുതപ്പെട്ടിരിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. സാത്താനെ, ദൂരെ പോവുക. ദൈവപുത്രൻ പോലും ലൗകിക പ്രലോഭനങ്ങളാൽ ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടു. ഇന്നും സാത്താൻ ഇതേ പ്രലോഭന തന്ത്രവുമായി നമ്മൾ ദൈവമക്കളെ വീഴ്ത്തുവാൻ പല രൂപത്തിൽ, ഭാവത്തിൽ പുനർജനിക്കുന്നു.
ഹോ, ഞാൻ മടുത്തു. എത്ര പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല. ടെൻഷൻ കാരണം എല്ലാം മറന്നു പോകുന്നു. അല്പം ആശ്വാസം കിട്ടിയിരുന്നെങ്കിൽ. ഹേയ് സ്നേഹിത, നിന്റെ സങ്കടം ഞാൻ കേട്ടു. നിന്നെ ഞാൻ സഹായിക്കാം. എന്നെ നീ എങ്ങനെ സഹായിക്കും? ആരാണ് നീ? ഞാൻ എളുപ്പ വഴിയിൽ ക്രിയകൾ ചെയ്യുന്നവൻ. ഒരു ചെറിയ തുണ്ട് പേപ്പർ, അതിൽ 100 ചോദ്യോത്തരങ്ങൾ. കണ്ടിട്ടില്ലേ? ദേ ഇതുപോലെ. എല്ലാം നിന്റെ മുൻപിൽ. പിന്നെന്തിനു ഭയപ്പെടണം? ഹേയ്, ദൈവത്തിന് നടക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. പക്ഷേ നിനക്ക് ജയിക്കണ്ടേ? അതെ, നിനക്ക് ജയിക്കണ്ടേ? ഹോ, ഇതെല്ലാം കേട്ട് ഉണ്ടായിരുന്ന സമാധാനം കൂടെ പോയി. അത് കൊള്ളാം. സമാധാനം ഞാൻ നിനക്ക് തരാം. അതെന്താ, നീ ഒരു കൗൺസിലർ ആണോ? ഇവനിപ്പോൾ എന്നേക്കാൾ ആവശ്യം നിന്നെയാ. സുഹൃത്തെ, കളയാൻ എനിക്ക് സമയമില്ല. വല്ല മാന്ത്രിക വിദ്യയുമാണോ നീ ഉദ്ദേശിച്ചത്? അതുക്കും മേലെ. സമാധാനം നഷ്ടപ്പെടുമ്പോൾ, ടെൻഷൻ കൂടുമ്പോൾ, സോമരസം പോലെ അല്പം ലഹരി, അത് സേവിച്ചാൽ നിന്റെ സകല ഭയവും പറക്കും. അതെ, പറക്കും. അതിനൊപ്പം ആത്മാവിന് കുറച്ച് പുക കൊടുത്ത് ഈ പുസ്തകത്തെ പട്ടം പോലെ വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ വികായസിലേക്ക് ഒരു പറക്കൻ. അത് പൊളിക്കും. ഇതൊന്നും എനിക്കാവില്ല. ആകെ ക്ഷീണം തോന്നുന്നു. ക്ഷീണമാണെങ്കിൽ ഇപ്രാവശ്യത്തെ പരീക്ഷ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കൂ സ്നേഹിത. ദാ അത് കണ്ടോ, അതാണ് അലസന്മാർക്കുള്ള വിശ്രമ കേന്ദ്രം, ഞങ്ങളുടെ അത്ഭുതാങ്കണം. വന്നോളൂ, കടന്നു വന്നോളൂ. വന്നോളൂ, കടന്നു വന്നോളൂ. പക്ഷേ ഞാൻ അവിടെ കിടന്നുറങ്ങിപ്പോയാൽ ആരെന്നെ ഉണർത്തും? ഞങ്ങൾ നിന്നെ ഉണർത്തുന്നു. ഞങ്ങൾ നിന്റെ സ്നേഹിതർ. നാളെയും നിനക്ക് സമയമുണ്ട്. വന്നോളൂ, കടന്നു വന്നോളൂ. ഓ, ദേവാലയ മണിനാഥം, ദിവ്യബലിക്കുള്ള സമയമായിരിക്കുന്നു. ദൈവമേ, ഞാൻ ഏത് പ്രലോഭനത്തിൽപ്പെട്ടാണ് ഇവിടെ എത്തിയത്? ദൈവദൂതന്മാർ എത്തിയല്ലോ. മോനെ, ദിവ്യബലിക്കുള്ള സമയമായി. ഇനിയും നീ ഒരുങ്ങിയില്ലേ? ഓ, ഇവരോട് സംസാരിച്ച് ഞാൻ മറ്റെല്ലാം മറന്നുപോയി. അങ്ങ് വന്നത് നന്നായി. ഈ പ്രാർത്ഥനയൊക്കെ നിനക്ക് നാളെയും കൂടാം. പക്ഷേ പരീക്ഷയിൽ തോറ്റാൽ അയ്യോ കഷ്ടം. ഇവന്റെ ഈ ഭയം മാറ്റാൻ. ഹേയ് ദൈവദൂത, നിന്റെ ദൈവത്തോടൊന്ന് പറ. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു എന്നരുൾ ചെയ്തവനാണ് യേശുക്രിസ്തു. അവനോട് ആജ്ഞാപിക്കാൻ കേവലമർത്യനായ നീ ആര്? എന്നാൽ പിന്നെ നാളെ നടക്കാനിരിക്കുന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ അറിയാൻ
എന്തെങ്കിലും വഴിയുണ്ടോന്ന് നിന്റെ ദൈവത്തോടൊന്ന് ചോദിക്ക. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്നേഹിത, നീ എത്ര പ്രാർത്ഥിച്ചു, എന്നിട്ടും ഭയം മാറിയോ? ഇല്ല. കാരണം കാര്യം നടക്കണേൽ കുറച്ചൊക്കെ ലോകത്തിന്റെ വഴിയെ കൂടി നടക്കണം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നുകൂടെ അവൻ അരുളി ചെയ്തിട്ടുണ്ട്. ഇല്ല, എന്റെ കർത്താവിനെ മറന്ന് എനിക്കൊരു നേട്ടവും വേണ്ട. ഈ അത്ഭുതാങ്കണത്തിന്റെ നൈമിഷിക നേട്ടങ്ങൾ പറഞ്ഞ് മനുഷ്യപുത്രനായ എന്നെ പ്രലോഭനത്തിൽ വീഴ്ത്താൻ വന്ന അന്ധകാര ശക്തികളെ നിങ്ങൾക്ക് എന്നെ നേടാനാവില്ല. കാരണം എന്റെ ശക്തി പ്രാർത്ഥനയും തിരുവചനങ്ങളുമാണ്. അതെ, നന്മയും തിന്മയും വിവേചിച്ചറിയാൻ മനുഷ്യന് വെളിച്ചം നൽകുന്ന തിരുവചനത്തിൽ. ആ തിരുവചന ശക്തിയാൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഇവിടെ നിന്നും കടന്നു പോകും. അന്ധകാര ശക്തികളെ കടന്നു പോകും, അന്ധകാര ശക്തികളെ കടന്നു പോകും. പ്രിയ സ്നേഹിതരെ, ഇത് നന്മയും തിന്മയും തമ്മിൽ, പ്രാർത്ഥനയും പ്രലോഭനവും തമ്മിൽ ദിവസവും ദ്വന്ദ്വയുദ്ധം നടക്കുന്ന വിശ്വാസികളുടെ സമരഭൂമി. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവൻ ഏത് കൊടുങ്കാറ്റിലും കഴുകനെ പോലെ ചിറകടിച്ചുയരും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നമുക്കും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങളുടെ നാഥനെ ഒന്നു ചേർന്ന് വാഴ്ത്തി പാടാം. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ, ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ, കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ, ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. കാറ്റിലുലയും കൂറ്റൻ മാമരത്തെ ആരാരുണ്ടാക്കി? കാറ്റിലുലയും കൂറ്റൻ മാമരത്തെ ആരാരുണ്ടാക്കി? സ്വർഗ്ഗത്തിൽ വാഴും ദൈവം, സ്വർഗ്ഗത്തിൽ വാഴും ദൈവം. പാറി നടക്കും ചെറുപറവകളെ ആരാരുണ്ടാക്കി?
ഒന്നാം ക്ലാസ്സിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. അത് കൊടുക്കുവാനായിട്ട് സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ പാരിഷ് കൗൺസിൽ മെമ്പർ ശ്രീ മനോജ് അലക്സാണ്ടർ പോളക്കിനെ ക്ഷണിക്കുന്നു. ക്ലാസ് 1A ഫസ്റ്റ് പ്രൈസ് ഗ്രേസ് മറിയ മെൽവിൻ. ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് എസ്തർ തെരേസ് ജിനോയ്. ഒരു കയ്യടി കൊടുത്തേ നമ്മുടെ കുഞ്ഞു കുട്ടികള്. തേർഡ് പ്രൈസ് എസ അന്ന കെൽവിൻ. നല്ലൊരു കൈ കൊടുക്കാം നമുക്ക്. ജെറാൾ ഷാജി. First prize Sarah Jessiel. Second prize Alina Anna Thomas. Thank you, Manoj. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. എന്നെ സ്വർഗത്തിലേക്കു നയിക്കാൻ തന്റെ ശംഖിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ടെന്റെ ഈശോ, പാടി നൃത്തം ചാവിട്ടിടും ഞാൻ. എന്നെ സ്വർഗത്തിലേക്കു നയിക്കാൻ തന്റെ ശംഖിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ടെന്റെ ഈശോ, പാടി നൃത്തം ചാവിട്ടിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ, ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ഇല്ല പാപം എനിക്കിനി വേണ്ട, തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞ് എന്റെ പാപ വിമോചകൻ ഈശോ.
എനിക്കിനി വേണ്ട തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകി കളഞ്ഞ് എന്റെ പാപ വിമോചകനീശോ ചങ്കാണെന്റെ ഈശോ എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ ചങ്കാണെന്റെ ഈശോ എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ ചങ്കാണെന്റെ ഈശോ എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ ചങ്കാണെന്റെ ഈശോ എന്റെ ചങ്കിടിപ്പാണെന്റെ ഈശോ ഒന്നാടിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. Thank you for this wonderful performance. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഇമ്മാനുവേൽ മാർത്തോമ മലങ്കര സുറിയാനി അഹമ്മദി ദേവാലയത്തിലെ വികാരി റവറൻഡ് ഫാദർ KC ചാക്കോ ബഹുമാനപ്പെട്ട അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഗുഡ് ഈവനിങ്. ഏറ്റവും ആദരണീയനായ ഫാദർ ജിജോ തോമസ് അച്ഛൻ, ഈ ഇടവകയുടെ ട്രസ്റ്റി പ്രിയ മനോജ്, ഈ കാറ്റക്കിസം സൺഡേ സ്കൂൾ പ്രോഗ്രാമിൻ്റെ ഹെഡ് മാസ്റ്റർ ജിം തോമസ്, ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന ഏകദേശം 120 അധ്യാപക ശ്രേഷ്ഠർ, 1100 വാത്സല്യ പ്രിയ മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കട്ടെ. മലങ്കര മർത്തോമ സുറിയാനി സഭ പരിശുദ്ധ തോമാസ് ശ്ലീഹായാൽ AD 52 സ്ഥാപിതമായി തിരുവല്ലായിൽ ഹെഡ്ക്വാർട്ടേഴ്സുമായി ഇപ്പോൾ നിലനിൽക്കുന്ന 1200 ഇടവക പാരീഷസ് വിത്ത് 13 ഡയോസിസ് അക്രകാരം മുൻപോട്ട് പോകുന്ന തിരുസഭ 1949 കാലഘട്ടങ്ങളിൽ കുവൈറ്റിൽ ജോലിക്ക് വന്നതായ പ്രിയപ്പെട്ടവരുടെ പ്രയത്നത്താൽ സ്ഥാപിതമായ ഇപ്പോൾ 7 ഇടവകകൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയുണ്ട്. അതിലെ അഹമ്മദിയിൽ 2 പാരീഷ് ഉണ്ട്, ഇടവക. അതിലെ ഒരു പാരീഷ് അഹമ്മദി മർത്തോമ ചർച്ച് എന്നും രണ്ടാമത്തെ പാരീഷ് ഇമ്മാനുവേൽ മർത്തോമ ചർച്ചും എന്ന് അറിയപ്പെട്ട് ഞങ്ങൾ നിങ്ങളുടെ ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ളതായ ആംഗ്ലിക്കൻ ചർച്ച് KOC നിർമ്മിച്ച് നൽകിയതായ സൈപ്രസ് ഡയോസിസിൻ്റെ ആംഗ്ലിക്കൻ ഡയോസിസിൻ്റെ നേതൃത്വത്തിൽ നടക്കപ്പെടുന്നതായ അവിടെ നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറയട്ടെ, ഏകദേശം 30 സഭകൾ വിവിധ ഭാഷകളിൽ അവിടെ ആരാധന നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുവൈറ്റ് സിറ്റിയിൽ നമ്മുടെ പാർലമെൻറ്റ് ഷെർട്ടൺ ഹോട്ടലിനോട് ചേർന്ന് ഉള്ള NECK നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് കുവൈറ്റ് എന്ന് പറയുന്ന ക്യാമ്പസിൽ ഏകദേശം 8 പാരീഷ് ഹാളുകളിൽ നിന്ന് 80-ലധികം സഭകൾ വിവിധ ഭാഷകളിൽ അവിടെ ആരാധിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഈ കാറ്റക്കിസം പ്രോഗ്രാമിൽ എനിക്കും വന്ന് സംബന്ധിച്ച് എന്നെ പരിചയപ്പെടുത്തുന്നതിലും പ്രിയപ്പെട്ട അച്ഛനോടുള്ളതായ ബന്ധത്തിൽ നിങ്ങളോടൊരു ആശംസ പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയതായ ഒരു മിനിസ്ട്രിയാണ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. മാതാക്കൾ, അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ, അന്നത്തെ ശ്രേഷ്ഠരായ ആൾക്കാർ തടയുമ്പോൾ യേശു അവരെ കണ്ട് മുഷിഞ്ഞു, നീരസപ്പെട്ടു. അവരോട് പറയുന്നു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. സ്വർഗരാജ്യം, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലയോ? അതുകൊണ്ട് തിരുസഭ എല്ലായ്പ്പോഴും കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ്. അപ്രകാരം നമ്മുടെ സീറോ മലബാർ ലത്തീൻ ചർച്ച്, മലങ്കര സഭ എല്ലാം ചേർന്ന് നടത്തപ്പെടുന്നതായ ഈ സൺഡേ സ്കൂൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന, സമർപ്പിക്കുക ചെയ്തതായ ടീച്ചേഴ്സ്, ഇവരെ ഒരുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുക്കി ക്രിസ്തുവുമായിട്ടുള്ളതായ
ബന്ധത്തിൽ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്മേൽ ഉണ്ടായിരുന്നു. 2 കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ്. പൈതലിനെ വളർത്തും, KFC കൊടുക്കും, പിസ്സ കൊടുക്കും, ശാരീരിക വളർച്ചയുണ്ട്, പ്രാധാന്യം നൽകുന്നുണ്ട്. 2-ാമത്തെ കാര്യവും നമ്മൾ അതിശ്രേഷ്ഠമായി നമ്മൾ ചിന്തിക്കുന്നവരാണ്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുവാൻ നല്ല സ്കൂളുകളിൽ നല്ല പരിശീലനം. അതപ്പോൾ നമ്മൾ ദേഹത്തെയും ദേഹിയെയും പരിപാലിക്കുമ്പോൾ 3-ാമത് ഒരു മനുഷ്യ ജീവിതത്തിൽ അതിപ്രധാനമായിട്ടുള്ളത് ആത്മാവാണ്. അതുകൊണ്ട് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം പൗലോസ് എഴുതുമ്പോൾ നമ്മൾ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുമ്പോൾ അവിടെ റിവേഴ്സ് ഓർഡറാണ്. ദ പ്രയോറിറ്റി ആത്മ, ദേഹി, ദേഹം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും താല്പര്യപൂർവ്വം വെള്ളിയാഴ്ചയെങ്കിലും കുഞ്ഞുങ്ങളെ മാറ്റി പള്ളിയിൽ കൊണ്ടുവന്ന് ദിവ്യബലിയിൽ പങ്കെടുപ്പിച്ച് കാറ്റക്കിസത്തിൽ കൂടെ ആത്മീയ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഈ തിരുസഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛനായി സ്തോത്രം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. അപ്രകാരം ദൈവകൃപയിൽ സഭയെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഇന്ന് നടക്കപ്പെടുന്നത് ഈ കാറ്റക്കിസത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ കുഞ്ഞുങ്ങൾക്കുടെ പ്രോഗ്രാം കണ്ടപ്പോൾ എത്ര വലിയ കഴിവും പ്രാപ്തിയുമാണ് കുഞ്ഞുങ്ങളെത്തുന്നത്. പ്രാപ്തിയുള്ളവരായി, ശ്രേഷ്ഠരായി വളർന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ പൗരന്മാരായി ഈ ലോകത്തിൽ വളരുവാൻ ദൈവം തമ്പുരാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ചാക്കോച്ച. അച്ഛൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഞങ്ങൾ വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ. കുറേ അധികം സമയം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇരിക്കാറുണ്ട്. അച്ഛൻ സാന്നിധ്യം കൊണ്ട്, അച്ഛൻ്റെ നല്ല വാക്കുകൾ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവം അച്ഛനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ക്ലാസ് 4 അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് ഡാൻസ്. ജിഗിട ജിഗിട മേളത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ചിക്കാം ചിക്കാ ജിങ്കിടിക്ക ആഹാ ചിക്കാം ചിക്കാ അലറി വന്ന സിംഹങ്ങൾ തലകുനിച്ചു ശാന്തരായി ജടവിരിച്ച ഗജവീരൻ നടനമാടി ജിങ്കിടിക്ക ആഹാ ചിക്കാം ചിക്കാ ജിങ്കിടിക്ക ആഹാ ചിക്കാം ചിക്കാ ദാരിയൂസ് എടുത്തെറിഞ്ഞ ദാസനായ ദാനിയേൽ സിംഹത്തിൻ കുഴിയിലത ആരാധിച്ചു തകിട തകിട താളത്തിൽ ചികിട ചികിട മേളത്തിൽ ഹല്ലേലൂയ 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 തകിട തകിട താളത്തിൽ ചികിട ചികിട മേളത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തതായി പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായി ജിജോ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. 4A, first prize, Adams Paulos. Second prize, Devon James. Third prize, Abel Joseph. 4B, first prize, നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. first prize, Misna Angel. Second prize, Elhan Joseph. Again second prize, Angel Maria Tom. Third prize, Anne Maria Thomas. Fourth C, first prize, Ivan Shaji. Second prize, Ethan Sijo. Third prize, Alina Anil. 4D, first prize, Joanna Maria. Second prize, Eva Janice Jose. വളരെ നല്ലൊരു കൈയടി നൽകി ഇവരെ നമുക്ക് അനുമോദിക്കാം. Second prize, Samantha Clara. Third prize, Fabio Sanchu. Class 5A, first prize, Janita Siju. Second prize, David Tom. Third prize, Bibia Bibesh. 5B, first prize, first prize, Irene Aiza Apilash. Second prize, Angel Mary Binney. Third prize, Hannah Teresa Shipin. 5C, first prize, Noel Varghese. Second prize, Kripa Teres Renesh. Third prize, Aina Carol and Jessiel Augustine Joy. Five-day first prize, Tom Tony Thomas. Second prize, Don Jake George. Third prize, Aiden Jacob and Jeffrey Chose.
അടുത്തതായി ക്ലാസ് 9 ഒരു ഫ്യൂഷൻ ഡാൻസ് ആണ്. Let's give a big round of applause for that wonderful performance. సింహాసనంపై ఆసీనుడవైన గొప్ప దేవుడా, అత్యున్నతమైన సింహాసనంపై ఆసీనుడవైన గొప్ప దేవుడా, తేజోమయుడా రక్షణకర్త నీవే నా దేవుడు అని కీర్తింతురు. తేజోమయుడా రక్షణకర్త నీవే నా దేవుడు అని కనపరతురు. యేసే మార్గం, యేసే సత్యం, యేసే జీవం, యేసే సర్వం, యేసే మార్గం, యేసే సత్యం, యేసే జీవం, యేసే సర్వం. సాధ్యం కానిది ఏమున్నది, నీ అందే విశ్వాసం నాకున్నది. సాధ్యం కానిది ఏమున్నది, నీ అందే విశ్వాసం నాకున్నది. నన్నెన్నడూ ఎడబాయవు, నీ ప్రేమే నాకు నిత్య జీవము. నన్నెన్నడూ ఎడబాయవు, నీ వాక్యమే నాకు ఆధారం. When I see my struggles and obstacles, but as he's the mole and he never hesitates to come to me. Give everything we had to him. You went pen and heartbreaks. There is a reason to live. Glory to my God, Yehovah. యేసే మార్గం, యేసే సత్యం, యేసే జీవం, యేసే సర్వం, యేసే మార్గం, యేసే సత్యం, యేసే జీవం, యేసే సర్వం.
Let's give a big round of applause for that wonderful performance. Up next, we have got an action song by Class 3B. Wonderful performance. Next we have Class 5B for group dance. കുന്നിറങ്ങി കാടിറങ്ങി ആടിനെയും തോളിലേറ്റി ആട്ടിടയൻ വരുന്നേ കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കു
പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും. സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. ആടുകൾ സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. മുറിവുകളേറ്റാലും മാറില്ലവൻ മരണമടുത്താലും മറയില്ലവൻ. ഇടവഴികളിൽ അലയരുതിനി ഇടയ വഴികൾ അറിയുക ഗണമേ. ഭയമരുതിനി ആലയിലെത്താൻ കർത്താവാണെന്നും എന്നിടയൻ. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും ഞാനാടുകൾക്കായൻ ജീവനേകും ഞാനാടുകൾക്കായൻ ജീവനേകും. Breathtaking performance by the students of Class 5B. Give them a warm round of applause. Coming next is a skit performed by the students of Class 7. എടിയേ എടിയേ എന്താ മനുഷ്യ രാവിലെ തന്നെ വന്ന് തൊള്ള തുറന്ന് അലറുന്നേ? പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. നിങ്ങൾ പത്രം വായിച്ച് ചായം കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം എന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യമാ ഇത്? നിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ മറക്കുവോ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും അറിയില്ലേ? പിന്നെന്താ ഇന്ന്? എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസാ. വല്ല പിരിവാണോ ഇനി? അതൊന്നും അല്ല, ഇന്ന് വീട് വെഞ്ചരിപ്പാ. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഒരു അവധി ദിവസം കിട്ടിയത് ഇങ്ങനെ പോയല്ലോ. ദേവദൂഷണം പറയാതെ മനുഷ്യ. നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല, നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലും ആകട്ടെ. ആ കുരുത്തം കെട്ടവന്മാരൊന്നും ഇതുവരെ എണീറ്റില്ലേ? മിക്കവാറും വെഞ്ചരിപ്പും കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെ എഴുന്നേക്കും തോന്നണില്ല. അതെങ്ങനെയാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈലും തോണ്ടിയിരിപ്പല്ലേ? സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാറൊന്ന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ തലയും ചൊറിഞ്ഞോട്ട് നിൽക്കാണ്ട് ബാക്കിയുള്ള എല്ലാം കൂടെ എണീപ്പിക്കേ. എന്നിട്ട് പോയാൽ മുറിയൊക്കെ വൃത്തിയാക്കിയിട്. എടിയേ, നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറേയായി, തപ്പിയെടുക്കണം. എല്ലാവരോടുമായിട്ട് പറയാം, വേഗം ബൈബിള് തപ്പിയെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ ഇല്ലാന്ന് വന്നാ നാണക്കേടാ.
എടി, നീ ആ അപ്പുറത്തെ ശാന്തമ്മയുടെ വീട്ടിൽ പോയിട്ട് ബൈബിള് വാങ്ങിക്കൊണ്ട് വന്നേ. എന്തിനാ അമ്മ ശാന്തി ആന്റിയുടെ വീട്ടിൽ പോന്നെ? ഞാൻ മേരി ആന്റിക്ക് ഘർ സെ ലേ ആത്തി ഹൂം. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ച ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്തു പറയാൻ കൊള്ളത്തൊക്കെ ഞാൻ അവളെ വിളിച്ചതാ. മാത്രമല്ല അവളുടെ സ്വഭാവം മോശ. നീ വേഗം പോയിട്ട് ശാന്തമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിട്ടോ. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? ആ, ആയി വരുന്നു. ആ, എന്നാ നടക്കട്ടെ. ആ, ആരോ കഥകൾ മുട്ടുന്നു. അച്ഛൻ വന്നു എന്നാ തോന്നുന്നേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ സ്തുതിയായിരിക്കട്ടെ. എന്നാ അച്ഛാ ഇരിക്കാം. ഒരാളെയും കൂടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി എന്തിയേ? എടി അമ്മു, നീ പോയി വല്യമ്മയെ വിളിച്ചോണ്ട് വാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. മൈക്കിളെ, കുറച്ചുനാളായല്ലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛാ, ആകപ്പാടെ ജോലി ഇല്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച. അന്ന് രാവിലെ പള്ളി പോയ അര ദിവസം പോക്കാ. ഞായറാഴ്ച കുർബാന കടവുള്ളതാണെന്ന് അറിയില്ലേ? അച്ഛ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്ത് നിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ അവള് തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യച്ചാ. ആ കടവല്ല, ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛൻ ആ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാനാ. എടാ മോനെ, നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്നാ വെച്ചാ പള്ളി ഫുഡ് ഉണ്ടായിരുന്ന ഓണത്തിനല്ലേ? ആ, എന്നാ വന്ന്. ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാൻ നീ ആരടാ? മാവേലിയോ? നിന്റെ കാര്യം എങ്ങനെയാടി? ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ല അച്ഛാ, ഭയങ്കര തിരക്കാ. രാവിലെ ബാഡ്മിന്റൺ ക്ലാസ്, ട്യൂഷൻ, പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്. ഒട്ടും സമയമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണ് അർത്ഥം. അപ്പൊ നീയോ? അച്ഛൻ ഞാൻ പള്ളിയിൽ വരാറുണ്ട്. അച്ഛൻ കാണാത്ത വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നിന്നെ പള്ളി മുമ്പിൽ കണ്ടോണം. മക്കളെ, ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. ഞാൻ പറഞ്ഞു ഇവർക്ക് ഒരു അനുസരണയില്ല. അതിന് നിങ്ങളെല്ലാം ഞായറാഴ്ചയും വരാറുണ്ടോ? ഇല്ലച്ചാ, സൗകര്യത്ത് വരുമ്പോഴൊക്കെ വരാറുണ്ട്. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? അതങ്ങനെയല്ല അച്ഛാ. വർക്ക് കഴിഞ്ഞു വന്ന് ഇതിനൊന്നും സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ അവരെ എവിടെ എത്തിക്കാനും പറ്റില്ല. അച്ഛാ, ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങാൻ പാടില്ല. അതാണ് ഇവിടുത്തെ റൂൾ. എന്റെ ദൈവമേ, ഇതിലും നല്ലത് ഉഗാണ്ടയായിരുന്നു. എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് എഫേസോസ് 5:22 മുതലൊന്ന് വായിച്ചേ. ബൈബിളും വായിക്കും. ഓ, കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പോൾ നമ്മൾ കൈത്താക്കാലത്തിലാണല്ലോ. കൈതക്കാലോ? ഇപ്പൊ മഴക്കാലല്ലേ? മിണ്ടാതിരിയടാ. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേദപാഠത്തിന് വേർപ്പിടാതെ ട്യൂഷന് വിട്ടുകഴിഞ്ഞാൽ അവരിതൊക്കെ എങ്ങനെ അറിയും? കൈത്താകാലം എന്നാൽ വിളവെടുപ്പിൻ്റെ കാലം എന്നാണ്. നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം. എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിൻ്റെ ഫലങ്ങളുടെ പുറകെയാണ്. ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുർബാന കൂടാൻ പള്ളി വരണം.
പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ അച്ഛാ? ഇതൊക്കെ നമുക്ക് പറ്റണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും പെരുമയും ഒന്നും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയച്ചാ, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞായറാഴ്ച കുർബാന ഞങ്ങൾ മുടക്കത്തേയില്ല. കുടുംബ പ്രാർത്ഥനയും മുടക്കില്ല അച്ഛാ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. Thank you. Thank you. That was amazing. What a wonderful performance. Upcoming next is prize distribution. അടുത്തതായി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കൊടുക്കുവാനായി ബഹുമാനപ്പെട്ട ജിജോ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. First prize, Abel Sibo. ഇതിനുശേഷം കാറ്റഗിസം ടീച്ചേഴ്സ് അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് സോങ് ഉണ്ടായിരിക്കുന്നതാണ്. Second prize, Prince Varghese. Third prize, Aldona Rose. 7B, first prize, Hannah Rose Thomas. Second prize, Joel Siju. Third prize, Rita Elizabeth Gino. 7C, first prize, Amelia and Joby. Third prize, Emmeline Rose Joseph. രണ്ട് തേർഡ് പ്രൈസ് ഉണ്ട്. ഒന്ന് എമിലിൻ റോസ് ജോസഫ്, രണ്ട് റനീറ്റ റോസ്. ഫസ്റ്റ് പ്രൈസ്. ദയവായി എല്ലാവരും ഒരു 10 മിനിറ്റോടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിനുശേഷം നമ്മുടെ ടീച്ചേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ. ഇവാന റോസ് ജോമി. തേർഡ് പ്രൈസ്, അന്നറ്റ് മരിയ അനിൽ. 8B, ഫസ്റ്റ് പ്രൈസ്, ആൻ മരിയ സെബാസ്റ്റ്യൻ. Second prize, Jeffrey T. Abhilash. Third prize, Iona Teresa Jason and Priscilla Basil. First prize, Elsa Maria Martin. Second prize, Sean Zakaria. Third prize, Emmanuel Siju.
John. കൈയടി പോരാ, കുറച്ചും കൂടി ആവാം. First prize, Alfie Kurian. Second prize, Irene Alphonse Jens. Third prize, Jovan T. Abhilash. First prize, Joel Joseph 6B. Third prize, Diona Rose Jill 6B. 11A third prize, Dan Paul Biju. Thank you, Jijacha. അടുത്തൊരു പരിപാടിയോട് കൂടി നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം അവസാനത്തേക്ക് അടുത്തു. ഇത്രയും നല്ലൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിച്ച അധ്യാപകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് ആൻ മേരി, ദിസ് ഇസ് നീത, ദിസ് ഇസ് ജിയ മരിയ, This is Stephen. This is Philip. Signing off. അടുത്തതായി അധ്യാപകരുടെ ഗ്രൂപ്പ് സോങ് ആണ്. ഹലോ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സർലോകനാഥനാം മിശിഹാ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം സൃഷ്ടിജാല വൃന്ദങ്ങളിൽ പാടൂ കർത്താവിൻ സങ്കീർത്തനം ഓ കർത്താവിൻ സങ്കീർത്തനം പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം സൃഷ്ടിജാല വൃന്ദങ്ങളിൽ പാടൂ കർത്താവിൻ സങ്കീർത്തനം ഓ കർത്താവിൻ സങ്കീർത്തനം ആകാശത്തിൻ കീഴിലെ രാജനാ മന്നിടത്തിൽ രക്ഷകനാം യേശുവേ ആകാശത്തിൻ കീഴിലെ രാജനാ മന്ദിരത്തിൽ രക്ഷകനാം
ദൈവത്തിന്റെ പാദമെടിഞ്ഞിടുവിൻ. മാനസാന്തരപ്പെടുവിൻ എല്ലാവരും. സ്വർഗ്ഗലോകരാജ്യം സമാഗതമായി. സത്യദൈവപുത്രനാകും യേശുവിനെ സത്യമായി വിശ്വസിച്ചെന്ന് ആരാധിക്കാം. സത്യദൈവപുത്രനാകും യേശുവിനെ സത്യമായി വിശ്വസിച്ചെന്ന് ആരാധിക്കാം. ആകാശത്തിൻ കീഴിലെ രാജനാം, മന്നിടത്തിൽ രക്ഷകനാം യേശുവേ. ആകാശത്തിൻ കീഴിലെ രാജനാം, മന്നിടത്തിൽ രക്ഷകനാം യേശുവേ. എല്ലാ നാമം നിന്റെ നാമം കീർത്തിക്കും. അങ്ങ് മാത്രം സർവേശ്വരൻ, അങ്ങ് മാത്രം സർവേശ്വരൻ.